നമസ്കാരം. പവർ കട്ടിനെ കുറിച്ച് ഒരു പോസ്റ്റ് ട്വീറ്റ് ചെയ്തതിന് മാധ്യമപ്രവർത്തകയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ഒരു പ്രദേശത്ത് നടക്കുന്ന പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിനാലാണ് അവർക്കെതിരെ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. തെലങ്കാന സ്റ്റേറ്റ് സദേൺ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്നാണ് രജകൊണ്ടയിലെ LB നഗർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാധ്യമപ്രവർത്തകയായ രേവതി തന്റെ ട്വിറ്റർ ഹാൻഡിൽ വഴി നഗരത്തിലെ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന പവർ കട്ടിനെക്കുറിച്ചും ലൈൻമാൻ ഉപഭോക്താവായ സ്ത്രീയെ ശല്യപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുന്നതുമായ കാര്യത്തെക്കുറിച്ചുമായിരുന്നു അവർ പോസ്റ്റിൽ കുറിച്ചത്. രേവതിയുടെ ട്വീറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ട്വിറ്റർ ഹാൻഡിലിന്റെ ഉടമയായ വ്യക്തി തെറ്റായ കാര്യങ്ങൾ പറയുന്നുവെന്നും സംസ്ഥാന സർക്കാരിനെയും TGS PDCLനെയും കരുതിക്കൂട്ടി മോശമാക്കാൻ ശ്രമിക്കുന്നതെന്നാണെന്നും പറഞ്ഞുകൊണ്ടാണ് TGS PDCL ഓട്ടോ നഗർ വിഭാഗം എഞ്ചിനീയർ അസിസ്റ്റന്റ് ദിലീപ് LB നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. IPC 505 IT നിയമത്തിലെ 66 വകുപ്പുകൾ മുൻനിർത്തിയാണ് ഇപ്പോൾ രേവതിക്കെതിരെ പോലീസ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. സ്ത്രീ ഉപഭോക്താവിനെ പട്ടാപ്പകൽ ശല്യപ്പെടുത്തിയ തെലങ്കാന പവർ ആൻഡ് കമ്പനിയിൽ നിന്നുള്ള യഥാർത്ഥ പ്രശ്നക്കാർ സ്വതന്ത്രരായി സമൂഹത്തിൽ തലയുയർത്തിപ്പിടിച്ച് നടക്കുമ്പോഴാണ് തനിക്കെതിരെ FIR ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് രേവതി മറുപടിയായി വീണ്ടും പോസ്റ്റ് ചെയ്തിരുന്നു. തെലങ്കാനയിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം മോശമാണെന്നുള്ളത് മന്ത്രി KT രാമറാവു ട്വീറ്റ് ചെയ്തിരുന്നു. ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സത്യാവസ്ഥ വെളിപ്പെടുത്തിയ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക പോലീസിന് എന്ത് അധികാരമാണുള്ളത്? വൈദ്യുതി വകുപ്പ് നടത്തുന്നത് പോലീസൊന്നുമല്ലല്ലോ. ഇത് ഒരു പോലീസ് ഭരിക്കുന്ന സംസ്ഥാനം പോലുമല്ല. ലൈൻമാൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അവർ പേടിച്ചിരിക്കുകയാണ്. ലൈൻമാൻ മോശമായി പെരുമാറിയതിൻ്റെ അടക്കമുള്ള വീഡിയോ ദൃശ്യം രേവതിയുടെ പക്കലുമുണ്ട്. വീഡിയോ കോടതിയിൽ തെളിവായി ഹാജരാക്കാൻ അവർ തയ്യാറുമാണ്. പവർ കട്ട് ഉണ്ടായിരിക്കുന്നത് ശരിക്കും അവർ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 7 മണിക്കൂർ അല്ലെന്നും 4 മണിക്കൂർ എന്നുള്ളതും രേവതി തന്നെ തിരുത്തിയിട്ടുണ്ട്. അത് രേവതിയുടെ തെറ്റാണെന്നും അവർ സ്വയം അംഗീകരിക്കുന്നുമുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയറായ ദിലീപിന്റെ പരാതിയിൽ LB നഗർ പ്രദേശത്ത് 7 മണിക്കൂർ വൈദ്യുതി തടസ്സപ്പെട്ടതായാണ് രേവതി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 6 മാസത്തെ സബ്സ്റ്റേഷനിലെ ഡാറ്റ ഷീറ്റുകളുടെ വിവരം പരിശോധിച്ച് നോക്കിയാൽ LB നഗർ പ്രദേശത്ത് 7 മണിക്കൂർ വൈദ്യുതി മുടക്കമില്ലെന്ന് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രേവതിയുടേത് തെറ്റായ പരാമർശമാണെന്നും സംസ്ഥാന സർക്കാരിനെയും TGS PDCLനെയും മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് കേസെടുത്തെന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നത്.